ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, റിയാക്ഷൻ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അറിയില്ല എന്താണ് റിയാക്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കഴിഞ്ഞ മാസം എൻ്റെ പിറന്നാളിന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വർഷത്തിൽ ഒരു തവണയാണ് ഒരു ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ളത്. അപ്പം അതിന് ഒരുപാട് പേര് നല്ല കമൻസും തന്നു, അതിലൊരു നെഗറ്റീവ് കമൻറ്റും വന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ അതിലൊരു വാക്ക് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു വാക്കുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയത്. നല്ല മീൻസ് നമുക്ക് ആരോടും ഒരു ദേഷ്യമോ ഉദ്ദേശമോ ഒന്നുമില്ല, എന്നാലും മനസ്സിനെ വേദനിപ്പിച്ചു ആ ഒരു വാക്ക്. അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഞാൻ ഇത് കാണിച്ചു തരാം. എനിക്ക് വന്ന വിശ്വസം ഞാനല്ല ഫോട്ടോ ഇട്ടത്, ഹസ്ബൻഡിൻ്റെ ഫേസ്ബുക്കിലാണ് ഫോട്ടോ ഇട്ടത്. അപ്പോൾ ഞാൻ തന്നെ വന്ന കമൻസ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക. അതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ വായിക്കുക. എനിക്കത് പറയാൻ തന്നെ എനിക്ക് വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് വരാം. ഇതാണ് ആ ഫോട്ടോ. മാഷാഅല്ലാ, ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതിലൊരു നെഗറ്റീവ് കമൻറ്റാണ് വന്നിട്ടുള്ളത്. അത് ആളുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നല്ല, ഒരു ഫേക്ക് അക്കൗണ്ടാണോ എന്ന് തോന്നുന്നു. ഇതാണ് ആ കമൻറ്റ്. നിങ്ങൾ വായിച്ചല്ലോ അത്. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ വസ്ത്രം ഇട്ടത് കൊണ്ട് ചേട്ടാ എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ട എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിലും ബുദ്ധിമുട്ടി ഞാൻ 12-14 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും സന്തോഷത്തോടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തിയുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നമ്മൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിയെക്കാളും എന്തുകൊണ്ടും എനിക്ക് സന്തോഷം തരുന്ന ഒരു വസ്ത്രമാണ് എനിക്കിത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ടില്ല ചേട്ടാ. ഈ കമൻറ്റിൽ കണ്ട മോശം എന്നൊരു വാക്കാണ് എന്നെ വല്ലാതെ ഫീലാക്കിയത്. കാരണം എന്താണ് ആ ചേട്ടൻ ഉദ്ദേശിച്ച ഇതിൽ കണ്ട മോശമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നതാണോ മോശം, അതോ എൻ്റെ ഭർത്താവ് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഈ വസ്ത്രം ധരിപ്പിച്ചതിലാണോ മോശം എന്ന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാനത് വിശദീകരിക്കാം. ഒരിക്കലും എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനത് ചൂസ് ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അവരുടെ വസ്ത്രധാരണയിൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ വസ്ത്രം ഞാൻ ചൂസ് ചെയ്തേ ഉള്ളൂ. ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ വസ്ത്രം ഇട്ടിരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വസ്ത്രധാരണയിൽ എന്ത് മോശമാണ് ചേട്ടന് തോന്നിയെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഈ വസ്ത്രം ധരിക്കുമ്പോൾ കിട്ടുന്ന പ്രൊട്ടക്ഷനും ബഹുമാനവും ലോകത്തിൻ്റെ ഏത് കോടതിയിൽ പോയി നിന്നാലും കിട്ടില്ല. അതാ ചേട്ടാ അതിലുള്ള സത്യം. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ ഈ വസ്ത്രം ധരിക്കുന്ന ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അവർക്കും അറിയാം അതിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പീഡന വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അബായ ഇട്ട ഒരു സ്ത്രീയെ, ഒരു സഹോദരിയെ പീഡിപ്പിച്ചതായിട്ട്? ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം ഈ വസ്ത്രത്തിൻ്റെ മഹത്വം അത്രത്തോളം ഉണ്ട് ചേട്ടാ. അതാദ്യം മനസ്സിലാക്കണം. ഒന്നും മോശമായി കാണരുത്. നല്ലതും ചീത്തയും വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ ചുറ്റും നടക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ടേ തോന്നുള്ളൂ. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ മോശമാണെങ്കിൽ മറ്റുള്ളവർ എത്ര നന്മ ചെയ്താലും അതൊരു നെഗറ്റീവിലൂടെ കാണാൻ കഴിയുള്ളൂ ചേട്ടാ. പിന്നെ ആ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ അവർ ഹോറികളും ഒത്ത് ആർമാദിക്കുമ്പോൾ ഇവൾ ശ്വാസം മുട്ടിയത് എന്തിനെന്ന് അവൾ ചിന്തിക്കില്ലേ എന്നുള്ളത്. ഒരിക്കലും എനിക്കങ്ങനെ ചിന്ത വരില്ല. കാരണം അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൂടെ എനിക്കും പോകണമെങ്കിൽ തീർച്ചയായും ഞാൻ ഇങ്ങനെ തന്നെ നടക്കണം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകുന്നതിന് 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത് 5 നേരത്തുള്ള നിസ്കാരം. രണ്ടാമത്തത് റമദാനിലെ നിർബന്ധമാക്കപ്പെട്ട 30 ദിവസത്തെ നോമ്പ് നോൽക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. നാലാമത്തത് നമ്മുടെ ഈ വസ്ത്രധാരണമാണ് അതിൽ പറയുന്നത്. ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഡയറക്റ്റ് സ്വർഗമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും എനിക്ക് ഈ വസ്ത്രം ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ചേട്ടാ.
സത്യം പറഞ്ഞാൽ നമ്മൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കുന്നവരാണ്. പക്ഷേ എങ്കിലും ചില ഇങ്ങനെയുള്ള കമൻസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റ, താങ്ക് യു.